മധ്യേഷ്യയിലെ മണ്ണിൽ വീണ്ടും യുദ്ധത്തിന്റെ ചോരമണം പടരുകയാണ്. പതിറ്റാണ്ടുകളായി പുകഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയ തർക്കങ്ങളും സൈനിക ഏറ്റുമുട്ടലുകളും ഇപ്പോൾ നിയന്ത്രണാതീതമായ ഒരു വലിയ തീപ്പൊരിയായി മാറി പശ്ചിമേഷ്യയാകെ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുന്നു. ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് മുന്നറിയിപ്പ് നൽകിയതുപോലെ ഈ മേഖല ഇപ്പോൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു വലിയ ദുരന്തത്തിന്റെ വക്കിലാണ് എത്തി നിൽക്കുന്നത്. രക്ഷാസമിതിയുടെ പ്രത്യേക യോഗത്തിൽ അദ്ദേഹം പങ്കുവച്ച ആശങ്ക വെറുമൊരു വാക്കല്ല, മറിച്ച് നിമിഷങ്ങൾക്കകം ലോകത്തിന്റെ സാമ്പത്തിക നട്ടെല്ലും സുരക്ഷാ ചട്ടക്കൂടും തകർത്തെറിയാൻ ശേഷിയുള്ള ഒരു വലിയ വൻ ദുരന്തത്തിന്റെ ഗൗരവമേറിയ പ്രഖ്യാപനമാണ്. ഒരു പ്രതിസന്ധി മറ്റൊന്നിന് ഇന്ധനമായി മാറുന്നതും സംഘർഷത്തിന്റെ ഓരോ പുതിയ അധ്യായവും അടുത്ത വലിയ യുദ്ധത്തിലേക്ക് വഴി തുറക്കുമെന്നതുമാണ് ഇന്ന് ലോകം കൺമുന്നിൽ കാണുന്നത്. പശ്ചിമേഷ്യയിൽ നയതന്ത്ര ചർച്ചകൾക്ക് പകരം മിസൈലുകളും ആധുനിക ഡ്രോണുകളുമാണ് ഇന്ന് സംസാരിക്കുന്നത്. ബഹ്റൈൻ, ജോർദാൻ, ഇറാഖ് തുടങ്ങിയ അയൽ രാജ്യങ്ങളെ സാക്ഷിയാക്കി ഇറാൻ നടത്തുന്ന കനത്ത ആക്രമണങ്ങൾ മേഖലയിലെ നിലവിലുള്ള സൈനിക സന്തുലിതാവസ്ഥയെ തീർത്തും അട്ടിമറിച്ചിരിക്കുന്നു. ബഹ്റൈനിലെ ആമസോൺ ഡേറ്റാ സെന്ററിന് നേരെയും ഷെയ്ഖ് ഈസ വ്യോമത്താവളത്തിന് നേരെയും നടന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെയും സാങ്കേതിക വിദ്യകളെയും ലക്ഷ്യമിട്ടിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ പരമ്പരാഗത യുദ്ധരീതികളിൽ നിന്ന് വേറിട്ടൊരു പുതിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ജോർദാനിലെ അൽ അസ്രഖ് വ്യോമത്താവളവും കുവൈറ്റിലെ പ്രമുഖ അമേരിക്കൻ സൈനിക ക്യാമ്പുകളും ലക്ഷ്യമിട്ട് ആരഷ് കാമിക്കാസെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന ഇറാന്റെ അവകാശവാദങ്ങൾ സ്ഥിതിഗതികൾ എത്രത്തോളം സങ്കീർണമാണെന്ന് തെളിയിക്കുന്നു. ഇതിനിടെ വീണ്ടും രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തി ബഹ്റൈനിലുടനീളം അടിയന്തര അപായ സൈറനുകൾ മുഴങ്ങി. ജനങ്ങളിൽ പരിഭ്രാന്തി ഒഴിവാക്കാനും മുൻകരുതൽ നടപടിയുടെ ഭാഗമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായി അഭ്യർത്ഥിച്ചു. എക്സ് പ്ലാറ്റ്ഫോമിലൂടെയാണ് അധികൃതർ ഈ നിർണായക സന്ദേശം പുറത്തുവിട്ടത്. സാഹചര്യത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പൊതുജനങ്ങൾ പൂർണ്ണമായും ജാഗ്രത പാലിക്കണമെന്നും ഔദ്യോഗിക നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ സുരക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്തുന്നതിന്റെയും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെയും ഭാഗമായാണ് ഈ അടിയന്തര മുന്നറിയിപ്പ് സംവിധാനം സജീവമാക്കിയത്. അനാവശ്യ ആശങ്കകൾ ഒഴിവാക്കി സഹകരിക്കാൻ മുഴുവൻ പൗരന്മാരോടും താമസക്കാരോടും അധികൃതർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഇറാഖിലെ കുർദിസ്ഥാൻ മേഖലയുടെ തലസ്ഥാനമായ ഇൻബിലിൽ രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം കാമിക്കാസെ ഡ്രോണുകൾ ഇടിച്ചിറങ്ങിയപ്പോൾ അത് കേവലം ഒരു പ്രാദേശിക തർക്കമല്ലെന്ന് ആഗോള സമൂഹം തിരിച്ചറിഞ്ഞു. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് തൊട്ടടുത്ത് വൻ സ്ഫോടനങ്ങൾ നടക്കുമ്പോൾ വിമാനത്താവള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. തങ്ങൾക്ക് നേരെ വന്ന ഭൂരിഭാഗം മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ബഹ്റൈനും ജോർദാനും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ജനവാസ മേഖലകളെയും സാധാരണക്കാരുടെ സ്വത്തുക്കളെയും ഭീതിയിലാഴ്ത്തുന്ന ഇത്തരം സംഭവങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായി വിലയിരുത്തപ്പെടുന്നു. ആഗോള കപ്പൽ ഗതാഗതത്തിന്റെയും ഊർജ്ജ വിതരണത്തിന്റെയും ജീവനാഡിയായ ചെങ്കടലും ഹോർമൂസ് കടലിടുക്കും ഇന്ന് കടുത്ത ഭീതിയുടെ നിഴലിലാണ്. യമനിലെ ഹൂതി വിമതർ ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി പതാകയുള്ള എൻസെലിയ എന്ന എണ്ണക്കപ്പലിന് നേരെ നടത്തിയ ആക്രമണം വലിയ അമർഷത്തിനിടയാക്കി. അന്താരാഷ്ട്ര നാവിഗേഷൻ സുരക്ഷയ്ക്ക് വൻ ഭീഷണി ഉയർത്തുന്ന ഈ നീക്കത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ജലപാതകളുടെ സ്ഥിരത തകർക്കുന്നത് അന്താരാഷ്ട്ര വ്യാപാര മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ്. ഹോർമൂസ് കടലിടുക്കിൽ ഏകദേശം 6000-ഓളം നാവികർ സുരക്ഷിതമായി സഞ്ചരിക്കാനാവാതെ കുടുങ്ങിക്കിടക്കുന്നു എന്നത് സങ്കടകരമായ ഒരു യാഥാർത്ഥ്യമാണ്. UN മനുഷ്യാവകാശ സമിതി അധ്യക്ഷൻ വോക്കർ ടൂർക്ക് വ്യക്തമാക്കിയതുപോലെ യുദ്ധത്തിൽ പങ്കാളിയായ രാജ്യങ്ങൾ ഈ നിരപരാധികളായ നാവികരെ രക്ഷിക്കാൻ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അവർക്കാവശ്യമായ മരുന്നും ഭക്ഷണവും എത്തിക്കുക എന്നത് രാഷ്ട്രീയത്തിനതീതമായ ഒരു മാനുഷിക കടമയാണ്. ഇതിനിടെ ചെങ്കടലിലെ ആക്രമണ ഭീഷണി കണക്കിലെടുത്ത് സൗദി എണ്ണ കമ്പനിയായ ആരാംകോ തങ്ങളുടെ കയറ്റുമതി തന്ത്രങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ്. ഈജിപ്തിന്റെ മെഡിറ്ററേനിയൻ തുറമുഖമായ സിദി കെറിർ വഴി കൂടുതൽ അസംസ്കൃത എണ്ണ കയറ്റുമതി ആരംഭിച്ചാണ് സൗദി വിപണിയിലെ തടസ്സങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നത്. തന്ത്രപ്രധാനമായ കടലിടുക്കുകൾ അടയുന്നത് തുടർന്നാൽ അത് ലോകത്താകമാനം രൂക്ഷമായ ഇന്ധന വിലക്കയറ്റത്തിനും ഉൽപ്പാദന മേഖലയിലെ തകർച്ചയ്ക്കും വഴി തുറക്കും. മേഖലയിൽ പടരുന്ന ഈ അശാന്തിയിൽ തങ്ങളുടെ കടുത്ത നിലപാട് വ്യക്തമാക്കി അമേരിക്ക രംഗത്തെത്തിയിട്ടുണ്ട്. ചെങ്കടലിൽ എണ്ണക്കപ്പലുകൾ ആക്രമിച്ച ഇറാനും ഹൂതി സംഘങ്ങൾക്കുമെതിരെ അതിശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്ന് UN പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആക്രമിക്കപ്പെട്ട ചരക്ക് കപ്പലുകൾക്കുണ്ടായ കനത്ത നഷ്ടപരിഹാരം ഇറാന്റെ പണം ഉപയോഗിച്ച് ഈടാക്കുമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് തർക്കങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. യമനിലെ ഹൂതികൾക്ക് ആയുധങ്ങളും സൈനിക ഉപദേശങ്ങളും നൽകി സഹായിക്കുന്നത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് സേനയാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ തർക്കം കൂടുതൽ ഉച്ചസ്ഥായിയിലെത്തി. ഇതിന് മറുപടിയായി ഇറാനിലെ കിഷൻ ദ്വീപിലും ഇസ്ഫഹാൻ പ്രവിശ്യയിലും ഖുസസ്താൻ, ഫാർസ് മേഖലകളിലും US സേന കനത്ത ബോംബാക്രമണം നടത്തിയ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. രണ്ട് ശക്തമായ സൈനിക ശക്തികൾ നേരിട്ടേറ്റുമുട്ടുന്ന
അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ അത് പശ്ചിമേഷ്യൻ അതിർത്തി തർക്കത്തിനപ്പുറത്തേക്ക് ഒരു ലോക മഹായുദ്ധത്തിന്റെ സ്വഭാവം കൈവരിക്കുമോ എന്ന ഭീതിയിലാണ് ആഗോള സമൂഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി വെറുമൊരു ഭരണകൂട തർക്കമോ അല്ലെങ്കിൽ പ്രാദേശിക മേധാവിത്വത്തിനായുള്ള പോരാട്ടമോ മാത്രമല്ല. അത് ദശലക്ഷക്കണക്കിന് നിരപരാധികളുടെ ജീവനെയും ആഗോള സാമ്പത്തിക സന്തുലിതാവസ്ഥയെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം യുദ്ധഭീതിയും പ്രതികാര നടപടികളും രാഷ്ട്രങ്ങളുടെ ചിന്തകളെ മറയ്ക്കുകയാണ്. UN സെക്രട്ടറി ജനറൽ മുന്നറിയിപ്പ് നൽകിയതുപോലെ ഓരോ ചെറു നീക്കവും അടുത്ത വലിയ വൻ ദുരന്തത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയൊരു വിട്ടുവീഴ്ചയില്ലാത്ത സൈനിക ഏറ്റുമുട്ടലുണ്ടായാൽ അത് അന്താരാഷ്ട്ര വിപണിയെയും എണ്ണ വിതരണത്തെയും മാത്രമല്ല, ലോക സമാധാനത്തെ തന്നെ സമ്പൂർണ്ണമായി അട്ടിമറിക്കും. ബഹുമുഖ വൻ ശക്തികളും പ്രാദേശിക ഭരണാധികാരികളും ഉടനടി ആയുധങ്ങൾ താഴെവെച്ച് സമാധാനത്തിന്റെ പുതിയൊരു നയതന്ത്ര ചർച്ചാവേദി തുറന്നില്ലെങ്കിൽ നാം ഭയക്കുന്ന ആ അചിന്തനീയമായ അവസ്ഥ യാഥാർത്ഥ്യമായി നമ്മുടെ മുന്നിലെത്തും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.